ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഏറ്റവും സാധാരണമായ, ലളിതമായ ഒരു ഭാവം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു ടൂളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുഞ്ചിരിക്കു പിന്നിലെ അവിശ്വസനീയമായ ശാസ്ത്രത്തെക്കുറിച്ചാണ്. അതായത്, നമ്മളെല്ലാം വിചാരിക്കുന്നത് സന്തോഷം വരുമ്പോഴാണ് നമ്മൾ പുഞ്ചിരിക്കുന്നതെന്നല്ലേ? അതൊരു സാധാരണ കാര്യമാണ്. പക്ഷേ, സംഭവം നേരെ തിരിച്ചാണെങ്കിലോ? പുഞ്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷം വരുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? എന്നാൽ ഈ ഒരു ആശയമാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പുഞ്ചിരി എന്നത് വെറുമൊരു റിയാക്ഷൻ മാത്രമല്ല, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ഷനാണ്. നമ്മുടെ ഫീലിംഗ്സിനെ മാറ്റാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂൾ. ഇതൊരു വെറും ഭാവമല്ല, ഇതൊരു പ്രവൃത്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് വെറുമൊരു പുഞ്ചിരിക്ക് ഇത്രയും വലിയൊരു ശക്തി കിട്ടുന്നത്? അതിന് പിന്നിലെ സയൻസ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. സംഭവം നടക്കുന്നത് നമ്മുടെ തലച്ചോറിനകത്താണ്. അവിടെ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഈ ഒരു ആശയത്തിന്റെ എല്ലാം ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറയുന്നത് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തീസിസ് എന്നറിയപ്പെടുന്ന ഒരു തിയറിയാണ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ മുഖത്തെ പേശികൾ ചലിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അതായത്, നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖം ബ്രെയിനോട് പറയുകയാണ്, ഹേയ്, ഇവിടെ എല്ലാം കൂളാണ്, സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്ന്. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പുഞ്ചിരി അസല്ലാവണമെന്നൊരു നിർബന്ധവുമില്ല. അതെ, നിങ്ങളൊരു ഫേക്ക് സ്മൈൽ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ തലച്ചോറിനെ ഒരു തരത്തിൽ കബളിപ്പിക്കാൻ സാധിക്കും. ആ ഒരു ഫിസിക്കൽ ആക്ഷൻ മാത്രം മതി. ബ്രെയിന് മെസ്സേജ് കിട്ടും, നമ്മുടെ മൂഡ് പതിയെ മാറാനും തുടങ്ങും. അപ്പം നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ ബ്രെയിൻ എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതൊരു ഫീൽ ഗുഡ് കോക്ടെയിൽ അങ്ങ് റിലീസ് ചെയ്യും. ഇതിലെ പ്രധാന ചേരുവകൾ ഡോപ്പമൈൻ, സെറട്ടോണിൻ, എൻഡോർഫിനുകൾ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. ഇവ ഓരോന്നും നമ്മുടെ മൂഡ് അടിപൊളിയാക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും, എന്തിന് ചെറിയ വേദനകൾ പോലും കുറയ്ക്കാനും സഹായിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും വെറും സംസാരമല്ല കേട്ടോ. ഇതിനൊക്കെ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. നമ്മൾ മനഃപൂർവ്വം പുഞ്ചിരിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യിക്കുന്ന പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നതും ബോഡി ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്നതും. ഓക്കെ, തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ റിയൽ ലൈഫിൽ ഇതിന് വല്ല പ്രൂഫും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില പരീക്ഷണങ്ങളും അതിൻ്റെ ഞെട്ടിക്കുന്ന റിസൾട്ടുകളും ഒന്ന് നോക്കാം. ഇതിലെ ഏറ്റവും ഫേമസ് ആയ ഒരു എക്സ്പെരിമെൻ്റാണ് പെൻസിൽ പരീക്ഷണം. സംഭവം ഇങ്ങനെയാണ്. കുറേ പേരെ 2 ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പിനോട് പല്ലുകൾക്കിടയിൽ ഒരു പെൻസിൽ കടിച്ചുപിടിക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, സ്വാഭാവികമായും മുഖത്തൊരു ചിരി വരുമല്ലേ? മറ്റേ ഗ്രൂപ്പിനോട് ചുണ്ടുകൾക്കിടയിൽ പെൻസിൽ പിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഗൗരവഭാവം വരും. എന്നിട്ട് അവരെല്ലാം കുറച്ച് കാർട്ടൂണുകൾ കാണിച്ചു. റിസൾട്ട് എന്തായിരുന്നെന്നറിയാമോ? ആ പുഞ്ചിരിച്ച ഗ്രൂപ്പിലുള്ളവർക്ക് അതേ കാർട്ടൂണുകൾ മറ്റേ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ ഫണ്ണിയായി തോന്നി. കണ്ടോ? അവരുടെ ശരീരം പുഞ്ചിരിച്ചത് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു. പെൻസിൽ പരീക്ഷണമൊക്കെ രസമുണ്ട്, പക്ഷേ ഇത് വെറും കാർട്ടൂൺ കണ്ട് ചിരിക്കുന്നതിനപ്പുറം ജീവിതത്തിലെ കുറച്ചുകൂടി സീരിയസായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് നമ്മുടെ ആത്മാഭിമാനം അഥവാ സെൽഫ് എസ്റ്റീം പോലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യോ? അതിനും ഉത്തരമുണ്ട്. കൗമാരക്കാർക്കിടയിൽ ഈയിടെ നടന്നൊരു പഠനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പഠനത്തിൽ കുറച്ച് സ്റ്റുഡൻസിനോട് മിറർ തെറാപ്പി എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒന്നുമില്ല, ദിവസവും കുറച്ചുനേരം കണ്ണാടിയിൽ നോക്കി പോസിറ്റീവായ കാര്യങ്ങൾ സ്വയം പറയുക, എന്നിട്ട് പുഞ്ചിരിക്കുക. ഈ കാണുന്ന ഗ്രാഫിലേക്കൊന്ന് നോക്കിക്കേ. ഈ തെറാപ്പി തുടങ്ങുന്നതിന് മുൻപ് ഈ കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും ലോ അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള സെൽഫ് എസ്റ്റീം ആയിരുന്നു. പക്ഷെ തെറാപ്പി കഴിഞ്ഞപ്പോൾ സംഭവിച്ച ആ ഒരു മാറ്റം കണ്ടോ? ശരിക്കും അവിശ്വസനീയമാണ്. കൃത്യമായി പറഞ്ഞാൽ, ഈ മിറർ തെറാപ്പി ചെയ്ത ഗ്രൂപ്പിലെ 65.71% വിദ്യാർത്ഥികൾക്കും ഹൈ സെൽഫ് എസ്റ്റീം ലെവലിലേക്ക് എത്താൻ സാധിച്ചു. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവിശ്വസനീയമായ മാറ്റം സംഭവിച്ചത് വെറും 6 ദിവസം കൊണ്ടാണെന്നാണ്. ജസ്റ്റ് 6 days. ഓക്കെ, അപ്പോൾ ഈ സയൻസും തെളിവുകളുമെല്ലാം കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? ഇതെങ്ങനെ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും? അതിനുള്ള 3 സിമ്പിൾ ടെക്നിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് DBT, അതായത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഹാഫ് സ്മൈൽ. പേര് പോലെ തന്നെ ഒരു പകുതി പുഞ്ചിരി. ഇത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ആ സിറ്റുവേഷനെ ഒന്ന് അംഗീകരിക്കാനും സഹായിക്കുന്ന ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മുഖത്തെ മസിൽസ് എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് ചുണ്ടുകളുടെ 2 സൈഡും വളരെ പതിയെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഉയർത്തുക. മറ്റുള്ളവർ കാണണമെന്നില്ല, നിങ്ങൾക്ക് മാത്രം ഫീൽ ചെയ്താൽ മതി.
അത്രയുള്ളൂ. രണ്ടാമത്തെ വഴി നമ്മൾ നേരത്തെ കണ്ട പഠനത്തിൽ ഉപയോഗിച്ച അതേ മിറർ തെറാപ്പി തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ 1-2 മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുക, പുഞ്ചിരിക്കുക. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. മൂന്നാമത്തേത് മൈൻഡ്ഫുൾ സ്മൈലിംഗ്. ഇതിനെ നിങ്ങളുടെ ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റാം. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്ദിയുള്ളൊരു 3 കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് പുഞ്ചിരിക്കുക. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ഇത് നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് കാംനെസ് തരും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. പുഞ്ചിരി എന്നത് സന്തോഷം വരുമ്പോൾ വരുന്നൊരു ഭാവം മാത്രമല്ല, അത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പോസിറ്റീവായി സ്വാധീനിക്കാൻ കഴിവുള്ള വളരെ ശക്തമായൊരു ടൂളാണ്. ഇതിലെ പ്രധാന ആശയം ഇത്രയുള്ളൂ. പുഞ്ചിരി നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ്സിനെ പുറത്തു കാണിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്, അതിന് നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ്സിനെ മാറ്റാനും കഴിയും. ഇതൊരു ചോയ്സാണ്. നമുക്കെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നൊരു സൂപ്പർ പവർ. ഇവിടെ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തില് വിഷമങ്ങൾ വരുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാനോ വേദനയെ ഇല്ലാതാക്കാനോ അല്ല ഇത് പറയുന്നത്. മറിച്ച് ആ വേദനയോടുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, നമ്മുടെ മനോഭാവം മാറ്റാനാണ്. ഒരുപക്ഷേ ആ മാറ്റം കൊണ്ടുവരാൻ ഒരു ചെറിയ പുഞ്ചിരിക്ക് സാധിച്ചേക്കാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആരാണ് കണ്ടത്? ചോദ്യം ഇതാണ്, ഇത്രയും സിമ്പിളായ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും?